ദേശമംഗലം കടുകശ്ശേരിയിൽ വയോധികയായ സഫിയ കൊല്ലപ്പെട്ട കേസിൽ അയൽവാസി ശരത് പിടിയിലായതോടെ പുറത്തുവരുന്നത് ക്രൂരമായ ചതിയുടെ കഥ. ശനിയാഴ്ച രാത്രി സ്വർണം കവരാനായി വീട്ടിലെത്തിയ ശരത് തടയാൻ ശ്രമിച്ച സഫിയയെ ഷാൾ ഉപയോഗിച്ച് മുഖത്ത് അമർത്തിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം മാലയും വളകളും ബലമായി ഊരിയെടുത്തു. ഈ ബലപ്രയോഗത്തിനിടെയാണ് സഫിയയുടെ കയ്യിൽ മുറിവുകളേറ്റത്. കൃത്യത്തിന് ശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് പ്രതി പെരുമാറിയത്. തെളിവ് നശിപ്പിക്കാനായി ഉടൻ തന്നെ വീട്ടിലെത്തി കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും ചെയ്തു. തുടർന്ന് ഭാര്യയുമൊത്ത് പട്ടാമ്പിയിലേക്ക് പോയ ഇയാൾ മടങ്ങി വരുന്നതിനിടെ ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സ തേടിയിരുന്നു. ഞായറാഴ്ച സഫിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ മൃതദേഹം എടുത്തുവെക്കാനും മറ്റും ബന്ധുക്കൾക്കൊപ്പം ശരത്തും സജീവമായി ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് എത്തിയതോടെ ഇയാൾ സ്ഥലത്തുനിന്ന് മാറി നിന്നു. മരണകാരണം ഹൃദയാഘാതമാണെന്ന പ്രാഥമിക വാർത്തകൾ കണ്ടതോടെ ഭയം മാറി തിരിച്ചെത്തിയ പ്രതിയെ സഫിയയുടെ മകൾ നൽകിയ നിർണായക വിവരമാണ് കുടുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് ഫോണിൽ വിളിച്ചപ്പോൾ ശരത് കൂടെയുണ്ടെന്ന് സഫിയ മകളോട് പറഞ്ഞിരുന്നു. ഈ സൂചന വെച്ച് പോലീസ് നടത്തിയ തന്ത്രപരമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ചൊവ്വാഴ്ച രാത്രി പ്രതിയെ സ്വന്തം വീട്ടിലെത്തിച്ച് സ്വർണം കണ്ടെടുക്കുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ആൾ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എന്താ വെച്ചാൽ ഇവിടെ പണിക്ക് വരുന്ന ഒരാളാണ്. കുറച്ച് ദിവസമായിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇവിടെ. അപ്പോൾ ഈ ആൾ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ അയൽവക്കാണ്. അവരെ അച്ഛനും അച്ഛനൊക്കെ ആയിട്ട് അമ്മയും ഒക്കെ ആയിട്ട് ഇവിടെ ഞങ്ങളുടെ പണിക്കാരായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾ ഇവിടെ മരുന്ന് ഇങ്ങനെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിടിച്ചതിൽ വളരെ സന്തോഷം. പരമാവധി ശിക്ഷ കിട്ടുക, അതിന് വേണ്ട നിയമ നടപടികൾ ചെയ്യാം. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേൽക്കര.